നിങ്ങളുടെ വീട്ടുകാരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഇടയ്ക്കെങ്കിലും? എന്റെ പൊന്നെ, ഇപ്പോഴത്തെ സമൂഹത്തിലെ പിള്ളേരൊക്കെ എങ്ങോട്ടായി വളർന്നു പോകുന്നത്? നമ്മൾ പണ്ട് 16 വയസ്സിലും 18 വയസ്സിലും കഴിഞ്ഞിട്ടും മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെയാണ് അവർക്കൊക്കെ നേരത്തെ ഇപ്പൊ അറിയാവുന്നത്. എന്തൊക്കെയാ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ജനിച്ചു വീഴുമ്പോഴേ മൊബൈൽ ഫോണിലോട്ടാണ് വീണ് കിടക്കുന്നത്. പണ്ടൊക്കെ കാക്കയെ കാണിച്ച് ചോറ് കൊടുത്തവർ ഇപ്പം ഫുള്ള് കാർട്ടൂൺ കാണിച്ചോണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ പിള്ളേർക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് ഇപ്പൊ അറിയാം. 10 വയസ്സിൽ തന്നെ അവരെല്ലാം തികഞ്ഞവരായി മാറിക്കൊണ്ടിരിക്കുക. അവർ വിളിക്കാത്ത ചീത്തകളിൽ അവർക്ക് നമ്മളെക്കാട്ടിലും പെർഫെക്റ്റ് ആയിട്ടാണ് അവർക്ക് ചീത്ത വിളിക്കാൻ അറിയാവുന്നത്. നമുക്ക് പോലും അറിയാത്ത വാക്കുകളാണ് അവർക്ക് അറിയാവുന്നത്. അതുപോലെ ദയവ് ചെയ്തിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, പ്രായപൂർത്തിയാവാത്ത പിള്ളേര് ദയവ് ചെയ്തിട്ട് ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം അമിതമായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അമിതമായിട്ടല്ല, യൂസ് ചെയ്യാനിപ്പോ കൊള്ളത്തില്ല. കാര്യം ഇവർ തുറക്കുന്ന നേരം സോഷ്യൽ മീഡിയയിലോട്ടായിരിക്കുമല്ലോ. സോഷ്യൽ മീഡിയ തുറന്നു പറഞ്ഞാൽ ഒന്നെങ്കിൽ ഡ്രഗ്സിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഡേറ്റിംഗ് ആപ്പിനെ പറ്റിയിട്ട്. ഡേറ്റിംഗ് ആപ്പിലൊക്കെ യൂസ് ചെയ്യുന്നത് മൈനർ ആയിട്ടുള്ള പിള്ളേര്. എന്നിട്ട് ഒരു പരിചയം കൂടാത്ത ഓരോ തോമാരുടെ കൂടെയൊക്കെ ഇറങ്ങി പോവുക. ഒരു പരിചയം ഇല്ല, എന്നിട്ട് അവർ പ്രഗ്നന്റ് ആവുക, റൂം ഷെയർ ചെയ്യുക. ഇതൊക്കെ എന്തുവാ ഇതെന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ പൊന്നു മക്കളെ, നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു അഡ്വൈസ് ശരിക്കും തരുവാണ്. ജീവിതത്തിൽ ഇപ്പൊ ചെയ്തു കൂട്ടുന്ന ഈ തെറ്റുകൾ ഓർത്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് പശ്ചാത്തപിക്കും. നാളെ നിങ്ങളുടെ ഈ സമയമൊക്കെ മാറും. നിങ്ങൾ മാറി ചിന്തിക്കുന്ന ടൈം വരും. അപ്പൊ നിങ്ങളൊക്കെ ഇരുന്ന് പശ്ചാത്തപിക്കും. ഞാൻ ഒരു പരിചയം ഇല്ലാത്തവന്മാരുടെ കൂടെ പോയിട്ട് ഞാൻ പ്രഗ്നന്റ് ആയി, ഞാൻ അതിനെ അബോർട്ട് ചെയ്തു. മക്കളെ, നിങ്ങൾക്ക് അതിന്റെയൊക്കെ സീരിയസ്നെസ് അറിയാവോ? നമ്മൾ പറയാതെ തന്നെ അറിയാലോ, അവരെല്ലാം തികഞ്ഞവരാണ് അല്ലേ? നിങ്ങളൊക്കെ എല്ലാം തികഞ്ഞവരാണ്. പേരൻസിനോട് ഞാനൊരു കാര്യം പറയാം. മക്കള് പോകുന്നത് വേറെ ലെവലിലോട്ടാണ്. ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതും അബോർഷനിലോട്ടുമാണ് മക്കൾ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്തിട്ട് അവരെ നിങ്ങൾ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ അവര് പോകുന്നത് വലിയ 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 വിപത്തിലോട്ടാണ്. സംരക്ഷിച്ചാലും നോക്കിയാലും ഇവരൊക്കെ ഏതെല്ലാം വഴിക്കാണ് പോകുന്നത് നമുക്ക് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അമ്മാതിരി വൃത്തികെട്ട കേസുകളാണ് ഇവരെയൊക്കെ പറ്റി കേൾക്കുന്നത്. അതുകൊണ്ട് നിയമത്തിന്റെ ഭാഗത്തുനിന്ന് കർശനമായിട്ടുള്ള ഒരു നടപടി വന്നില്ല എന്നുണ്ടെങ്കിൽ ഈ സമൂഹം പോകുന്നതേ എങ്ങോട്ടാണെന്ന് എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല.